വെൽക്കം ടു വൈൽഡ് മാലോ. ഇന്നത്തെ വീഡിയോ 2025 ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ലെറ്റ്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ തെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തെരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തെരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം. അടുത്ത ചോദ്യം, കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. കേരള നടനം ഗുരു ഗോപിനാഥ്. കേരള നടനം ഗുരു ഗോപിനാഥ്. യക്ഷഗാനം പാർത്തി സുബ്ബ. യക്ഷഗാനം പാർത്തി സുബ്ബ. ചവിട്ടുനാടകം ചിന്നത്തമ്പിപ്പിള്ള. ചവിട്ടുനാടകം ചിന്നത്തമ്പിപ്പിള്ള. കൂടിയാട്ടം ഗുരുമണി മാധവ ചാക്യാർ. കൂടിയാട്ടം ഗുരുമണി മാധവ ചാക്യാർ. അടുത്ത ചോദ്യം, ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി, ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത്. ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇന്ത്യക്ക് അകത്തുള്ള മറ്റ് രാജ്യത്തിന്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തതാണ്. ബാക്കിയെല്ലാം തന്നെ ഉൾപ്പെട്ടതാണ്. വ്യോമാതിർത്തി, ജലാതിർത്തി, മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ, കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ്ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ. ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, ലോക നഗര ദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം കോഴിക്കോട്. ലോക നഗര ദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം കോഴിക്കോട്. അടുത്ത ചോദ്യം, തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം. അടുത്ത ചോദ്യം, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ, അതായത് ശരിയായ ആശയങ്ങൾ തിരിച്ചറിയുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2ഉം 3ഉം ശരിയാണ്. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ശരിയായ ആശയങ്ങൾ തിരിച്ചറിയുകയാണ് ചോദ്യം. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. അടുത്ത ചോദ്യം, രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം. അടുത്ത ചോദ്യം തെറ്റാണ്. അടുത്ത ചോദ്യം, സിന്ധു നദിയുടെ പോഷക നദികളിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. സിന്ധു നദിയുടെ പോഷക നദികളാണ് ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം നവംബർ മധ്യം. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം നവംബർ മധ്യം. അടുത്ത ചോദ്യം, കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ നഗരം മുംബൈ. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം മുംബൈ. അടുത്ത ചോദ്യം, 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ
സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്കശാല ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്കശാല ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. അടുത്ത ചോദ്യം, 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. അടുത്ത ചോദ്യം, ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്നത് ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തതാണ്. ബാക്കി മൂന്നും ശരിയാണ്. 10, 2, 3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. 10, 2, 3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. ഇതെല്ലാം ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? പറവൂർ. കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? പറവൂർ. അടുത്ത ചോദ്യം, തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ഡി ലിഗ്നൈറ്റ്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നതിൽ ഏതാണ്? ലിഗ്നൈറ്റ്. അടുത്ത ചോദ്യം, സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് തെറ്റ്. ബാക്കി മൂന്നും ശരിയാണ്. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. സമത്വ സമാജം ആരുടെയാണ്? വൈകുണ്ഠസ്വാമികളാണ്. കുമാരഗുരുദേവൻ പ്രത്യക്ഷരക്ഷ ദേവസഭ. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം, സമത്വ സമാജം വൈകുണ്ഠസ്വാമി, കുമാരഗുരുദേവൻ പ്രത്യക്ഷരക്ഷ ദേവസഭ. അടുത്ത ചോദ്യം, ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആനി ബസന്റ്. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആനി ബസന്റ്. അടുത്ത ചോദ്യം, നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം? ചൗരി ചൗര സംഭവം. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരി ചൗര സംഭവം. അടുത്ത ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമൻ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമൻ. അടുത്ത ചോദ്യം, ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ബാലഗംഗാധര തിലകൻ. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ബാലഗംഗാധര തിലകൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകനാരാണ്? അബീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകനാരാണ്? അബീന്ദ്രനാഥ ടാഗോർ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം നീതി ആയോഗ്. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം നീതി ആയോഗ്. അടുത്ത ചോദ്യം, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാരാണ്? ദാദാബായ് നവറോജി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാരാണ്? ദാദാബായ് നവറോജി. അടുത്ത ചോദ്യം,
ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റായ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റായ്. അടുത്ത ചോദ്യം, ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. അടുത്ത ചോദ്യം, ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീനഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936. ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീനഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അടുത്ത ചോദ്യം, അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? ശ്രീലങ്ക. അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? ശ്രീലങ്ക. അടുത്ത ചോദ്യം, ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ബാസപ്പ ദാനപ്പ ജട്ടി. ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ബാസപ്പ ദാനപ്പ ജട്ടി. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യമസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം 51(4). അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിട്ടുള്ള അനുച്ഛേദം 51(4). അടുത്ത ചോദ്യം, രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോക്സഭയുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കർക്കുമുള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 97. രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോക്സഭാ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കർക്കുമുള്ള ശമ്പളത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 97. അടുത്ത ചോദ്യം, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് തെറ്റ്. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെപ്പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ചയാകാം എന്നത് തെറ്റാണ്. അടുത്ത ചോദ്യം, വിവരാവകാശ കമ്മീഷൻ ഘടന. ഓപ്ഷൻ സി ആണ് ഉത്തരം. മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. വിവരാവകാശ കമ്മീഷൻ ഘടന: മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. അടുത്ത ചോദ്യം, നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ശ്രീ വി ഹരി നായർ. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ശ്രീ വി ഹരി നായർ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാക്ക് റോഡ് ഉദ്ഘാടനം നടന്നത് എവിടെയാണ്? NH 66 മുംബൈ, ഗോവ. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാക്ക് റോഡ് ഉദ്ഘാടനം നടന്നത് NH 66 മുംബൈ, ഗോവ. അടുത്ത ചോദ്യം, സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 39(b). സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 39(b). അടുത്ത ചോദ്യം, കേരളത്തിൽ സ്ഫടിക മണൽ സമ്പന്നമായ ജില്ല ആലപ്പുഴ. കേരളത്തിൽ സ്ഫടിക മണൽ സമ്പന്നമായ ജില്ല ആലപ്പുഴ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. അടുത്ത ചോദ്യം, ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. അടുത്ത ചോദ്യം, പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? വയനാട്. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? വയനാട്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. അടുത്ത ചോദ്യം, അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ. അടുത്ത ചോദ്യം, കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാട്. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാട്. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. അടുത്ത ചോദ്യം,
തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? വേമ്പനാട് കായൽ. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? വേമ്പനാട്. അടുത്ത ചോദ്യം, അയ്യങ്കാളി ജനിച്ച ജില്ല? തിരുവനന്തപുരം. അയ്യങ്കാളി ജനിച്ച ജില്ല തിരുവനന്തപുരം. അടുത്ത ചോദ്യം, ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ആരാണ്? ഗിഫോർഡ് ആണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ഗിഫോർഡ്. അടുത്ത ചോദ്യം തെറ്റാണ്. വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 20-നാണ്. വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 20-നാണ് നടന്നത്. അടുത്ത ചോദ്യം, പൊന്നാനി താലൂക്കിൽ 1996 മാർച്ച് 26-ന് ജനിച്ച നവോത്ഥാന നായകൻ വി.ടി. ഭട്ടതിരിപ്പാട്. പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26-ന് ജനിച്ച നവോത്ഥാന നായകൻ വി.ടി. ഭട്ടതിരിപ്പാട്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? പാലിയം സത്യാഗ്രഹം. ബാക്കി മൂന്നും ബന്ധപ്പെട്ടതാണ്. വൈക്കം സത്യാഗ്രഹം, ഹരിജൻ ധനസമാഹരണം, നിസ്സഹരണ സമര പ്രചരണാർത്ഥം. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? പാലിയം സത്യാഗ്രഹം. അടുത്ത ചോദ്യം, എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920-ൽ മഞ്ചേരിയിൽ നടന്നത്? 5-മത്തെ. എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? 5-മത്തെ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരൊക്കെയാണ്? ഡോക്ടർ പൽപ്പു, അയ്യങ്കാളി. താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരൊക്കെ? ഡോക്ടർ പൽപ്പു, അയ്യങ്കാളി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏതാണ്? കയ്യൂർ സമരമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം കയ്യൂർ സമരം. അടുത്ത ചോദ്യം, ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത ആരാണ്? എ.വി. കുട്ടിമാളു അമ്മയാണ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത എ.വി. കുട്ടിമാളു അമ്മ. അടുത്ത ചോദ്യം, പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചതാരാണ്? കുമാരഗുരുദേവനാണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചതാരാണ്? കുമാരഗുരുദേവൻ. അടുത്ത ചോദ്യം, അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കും? ശരീര തുലനനില പാലിക്കപ്പെടാതെ വരും. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചാൽ അത് ആ വ്യക്തിയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ശരീര തുലനനില പാലിക്കപ്പെടുന്നില്ല. അടുത്ത ചോദ്യം, ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി, ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ്? വാൾട്ടർ ജി റോസൻ ആണ്. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ്? വാൾട്ടർ ജി റോസൻ. ജീവശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിൽ ആണ്. അരിസ്റ്റോട്ടിൽ. ജീവശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ ആണ്. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ റേ. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ്? ജോൺ റേ ആണ്. വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? കാൾ ലിനേയസ്. കാൾ ലിനേയസ് ആണ് വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ്. ചരകൻ ആരാണ്? ആയുർവേദത്തിന്റെ പിതാവാണ്. ആയുർവേദത്തിന്റെ പിതാവാണ് ചരകൻ. വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് കാൾ ലിനേയസ്. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ റേ. ജീവശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിൽ ആണ്. ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൻ. അടുത്ത ചോദ്യം, അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം? പെരിയോസ്റ്റിയം. അസ്ഥിയെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം പെരിയോസ്റ്റിയം. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ കുടൽഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാവും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ്? ജീവകം കെ ആണ്. മനുഷ്യ ശരീരത്തിന്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാവും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിന്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ്? ജീവകം കെ. അടുത്ത ചോദ്യം തെറ്റാണ്. അടുത്ത ചോദ്യം, ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ്? വൈറസ് ആണ്. ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ്? വൈറസ്. അടുത്ത ചോദ്യം തെറ്റാണ്. അടുത്ത ചോദ്യം, കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹിക നീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി വയോമധുരം. കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹിക നീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി വയോമധുരം. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. അടുത്ത ചോദ്യം, കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? ഹൃദയം.
കാർഡിയോളജി ഏത് അവയവത്തിന്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് ഹൃദയം. അടുത്ത ചോദ്യം, ഏതുതരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഗരം. ഏതുതരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഗരം. അടുത്ത ചോദ്യം, പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഏതാണ്? ഊർജ്ജമാണ്. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ്? ഊർജ്ജമാണ്. ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? രാസഫലം. ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? രാസഫലം. അടുത്ത ചോദ്യം, ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയാണ്? 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്ത ചോദ്യം, ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചതാണ് ജെ തോംസൺ. അടുത്ത ചോദ്യം, ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാണ്? ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാണ്? ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സദിശ അളവ് കണ്ടെത്തുക എന്നാണ്. പ്രവേഗമാണ് സദിശ അളവ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് സദിശ അളവ് കണ്ടെത്തുക, പ്രവേഗം. അടുത്ത ചോദ്യം, ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മഞ്ഞനിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ടാർട്രസിൻ. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞനിറം നൽകാനായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ടാർട്രസിൻ ആണ്. അടുത്ത ചോദ്യം, ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? സിങ്ക്. ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? സിങ്ക്. അടുത്ത ചോദ്യം, ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? പൊട്ടാസ്യം. ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? പൊട്ടാസ്യം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ GK ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.